ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുതുകാടിനെ പറ്റിയുള്ള ഒരുപാട് ആരോപണങ്ങൾ വരികയാണ്. പ്രത്യേകിച്ച് പല യൂട്യൂബേഴ്സും അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, രണ്ട് ചേരി, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് മുതുകാടിനെതിരെയുള്ള ആൾക്കാരാണ് കൂടുതൽ. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനടക്കം ഈ വിഷയത്തിൽ RK മലയത്തടക്കം വന്നിട്ടുണ്ട്. അതിന് പുറമെ സായി കൃഷ്ണന്, ഖാദർ കരിപ്പൊടി, സുനിത ദേവദാസ് അടക്കമുള്ള ഒരു പറ്റം യൂട്യൂബേഴ്സും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന തുച്ഛമായ ആൾക്കാരുണ്ട്. സാജൻ സക്രിയാസ് അടക്കം കുറച്ച് പേര്. പക്ഷേ എനിക്ക് ഇപ്പോഴും അത്ഭുതം, ഈ വിഷയത്തിൽ കമാന്ന് അക്ഷരമുണ്ടാത്ത ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് മുഖ്യധാര ചാനലുകൾ, പത്രങ്ങൾ, മാതൃഭൂമി, മനോരമ അടക്കം കാര്യമായിട്ടൊന്നും പറയുന്നത് കേട്ടിട്ടില്ല. അതിനു പുറമെ അദ്ദേഹത്തിൻ്റെ ചില ശിഷ്യന്മാർ, ഏതൊരു അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ഫാസിൽ ബഷീർ അടക്കം ഈ വിഷയത്തിൽ കമാന്നൊരു അക്ഷരമുണ്ടെന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ഏതുമാവട്ടെ, ഈ വിഷയത്തിൽ എല്ലാവരും അഭിപ്രായം പറയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ സമൂഹത്തിൽ അനീതികൾക്കെതിരെ പറയുന്ന ആൾക്കാർ ഈ വിഷയത്തെപ്പറ്റി പഠിച്ച് അവരുടെ നിലപാട് പറയാം. അവരുടെ നിലപാട് എന്തായാലും സമൂഹത്തിന് അത് ബോധ്യപ്പെടുമല്ലോ. പക്ഷേ അവർ സ്വന്തം നിലപാട് പോലും പറയുന്ന കാണുന്നില്ല, മാളത്തിൽ ഒളിക്കുന്നതാണ്. എന്തുകൊണ്ടെന്ന് അറിയില്ല. ഈ വിഷയത്തിൽ ഒന്നും കൂടി ഒരു വീഡിയോ ചെയ്യാൻ കാരണം, വീണ്ടും പറയുകയാണെങ്കിൽ ഇതൊരു പക്ഷം ചേരാനോ ഒരാളെ സപ്പോർട്ട് ചെയ്യാനോ എതിർക്കാനല്ല, പക്ഷേ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ്. പ്രത്യേകിച്ച് സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാനും കൂടിയാണ്. നമുക്കറിയാം, ഒരാൾ ഫ്രോഡുമായിട്ട് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഞാനിത് മുതുകാടിനെ പറ്റിയല്ല, ഞാൻ ഈ വിഷയം പറയുന്ന ഇത്തരം ചർച്ചകൾ വരുമ്പോൾ ഒരാളെ എങ്ങനെ മനസ്സിലാക്കാം, അയാൾ ഉഡായിപ്പാണോ, അയാൾ ചെയ്യുന്ന പ്രവൃത്തികൾ നന്മയുള്ളതാണോ തട്ടിപ്പാണോ എന്ന് മനസ്സിലാക്കാൻ എന്താണ് ഉപാധി എന്ന് നമുക്ക് ചില ധാരണകൾ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ ഒരാൾ സഹായഹസ്തവുമായി അല്ലെങ്കിൽ ഒരു പുതിയ പദ്ധതിയുമായിട്ട് വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് ഭിന്നശേഷി ആവട്ടെ, പാവങ്ങൾ സഹായിക്കലാവട്ടെ, എന്തുമാവട്ടെ, ഇത്തരൊരു കാര്യം വരുമ്പോൾ അവർ നല്ലവരാണോ അല്ലെങ്കിൽ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചില ഉപാധികളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഇൻറ്റൻഷൻ, ഉദ്ദേശശുദ്ധി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ എളുപ്പമൊന്നുമല്ല, എന്നിരുന്നാലും മനസ്സിലാക്കാം. ആക്ച്വലി അയാൾ പ്രധാനപ്പെട്ട ചില ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടോ. ഒന്ന്, പണത്തിന് വേണ്ടിയിട്ടാണോ നോക്കാം. അപ്പോൾ എല്ലാവരും പണത്തിന് വേണ്ടിയിട്ട് തന്നെ മുന്നോട്ട് ഇറങ്ങണമെന്നില്ല. പണം എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ്, ഒരു പ്രധാനപ്പെട്ട തത്വം തന്നെയാണ്. എന്നാൽ ചില ആൾക്കാർക്ക് പണം ഒട്ടും പ്രധാനപ്പെട്ടതായിരിക്കില്ല. ഫെയിം, മറ്റുള്ളവരെ മുമ്പിൽ പ്രശസ്തി എന്നുള്ളതായിരിക്കും. പ്രശസ്തിയുള്ളവരാൾ ഒന്നും കൂടി അയാളുടെ പ്രശസ്തി ഉയർത്താൻ വേണ്ടിയിട്ട് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകും. അതിന് പുറമെ മറ്റ് ചില കാര്യങ്ങൾ, ബന്ധങ്ങൾ, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കുക, അതേപോലെ സ്ത്രീ വിഷയത്തിൽ താല്പര്യമുള്ള ആൾക്കാർ അത്തരം കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തരം ഒരു പദ്ധതികളൊക്കെ തയ്യാറാക്കും. അപ്പം അങ്ങനെയുള്ള ഒരാളാണോ എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതെങ്ങനെ ഒറ്റയടിക്കൊന്നും മനസ്സിലാവില്ല. പ്രത്യേകിച്ച് അത് മനസ്സിലാക്കാൻ വേണ്ടി ചില തത്വങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒന്ന്, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾ തന്നെ നമ്മൾ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അക്കൗണ്ടൊക്കെ കൃത്യമാണോ, പിന്നെ ഈ ഫെയിമിന് വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടുകൾ അദ്ദേഹം നടത്തുന്നുണ്ടോ, അദ്ദേഹത്തിന് ഉയരുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും ഉയരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അതായത് ഒരു വ്യക്തി, അയാൾ പുതിയ സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തം അയാൾ തന്നെയാണ്. പിന്നെ അയാൾ കൂടെയുള്ളവരൊന്നും വളർത്തുന്നില്ല, കൂടെയുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, കൂടെയുള്ളവർ ൊന്നും ഒരു മെച്ചവും ഇല്ല എങ്കിൽ നമുക്ക് ചില സംശയങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതകൾ നമ്മൾ ആരായുക. അതേപോലെ തന്നെ പണം കുമിഞ്ഞുകൂടുന്ന അവസ്ഥ, ഈ ചെലവഴിക്കുന്ന പണത്തിനെ പറ്റിയൊന്നും കൃത്യമായ ധാരണയില്ല എങ്കിലും നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ മറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ സ്ത്രീ വിഷയത്തിൽ താല്പര്യമുള്ള ആളാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, അത്തരം ഒരു ചർച്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കും. അതൊക്കെ നിജമാണോ സത്യമാണോ എന്ന് കണ്ടെത്തണം. എളുപ്പത്തിലൊന്നും ഒരു ആരോപണം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരാളെ പ്രശസ്തിയുള്ള ഒരാൾക്കെതിരെ ആരോപണങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ അയാൾ മോശക്കാരനൊന്നും അഭിപ്രായമൊന്നുമില്ല. പക്ഷേ അത്ര ആരോപണങ്ങൾ നിരന്തരം വരുന്നുണ്ട്, അതിൽ ചില കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നമുക്ക് കുറച്ചും കൂടി പഠിക്കേണ്ടതുണ്ടെന്നാണ് പറഞ്ഞത്. ഒറ്റയടിക്ക് ആരോപിച്ച് നാളെ മുതൽ അയാൾ മോശക്കാരനെന്ന് വരുത്തി തീർക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ അയാളുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാവും. അങ്ങനെ ഉദ്ദേശശുദ്ധിയിൽ കൃത്യത ഇല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അയാളെ തള്ളപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെ ഗോപിനാഥ് മുതുകാട് എന്ന വ്യക്തിയുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയം ഇപ്പോഴുണ്ട്, മുന്നേ അല്ല ഇപ്പോഴുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തോട് ചോദിച്ച പല ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് കൃത്യമായ കണക്കുകളോ ഉത്തരങ്ങളോ ഇല്ല. പ്രത്യേകിച്ച് അദ്ദേഹം പൈസ ചെലവഴിച്ചതിൽ മാത്രമല്ല കേട്ടോ, പൈസ കൊണ്ടുവന്നതിൽ ചെലവഴിച്ചല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ചെലവിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ എനിക്കൊരു ചിലവില്ല, എൻ്റെ വസ്ത്രം, ഭക്ഷണം, യാത്രകൾ ഒന്നും ചിലവില്ല. മാത്രമല്ല, ആദ്യം അദ്ദേഹം പറയുന്നുണ്ട് മോട്ടിവേഷനിൽ കിട്ടിയ പൈസ മൊത്തം ഈ മാജിക് പ്ലാനറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ആ വിഷയത്തിൽ കുറച്ചൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അത് എത്ര എടുക്കുന്നുണ്ട്, ഒരു മാസത്തിൽ ഒരു ചിലവും അദ്ദേഹത്തിനില്ല, അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് ഇല്ല എന്ന് പറഞ്ഞാലൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മാജിക് പ്ലാനറ്റിന് എടുക്കുന്നുണ്ട്. ഈ മാജിക് പ്ലാനറ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, അവിടെ ഒരു ജീവനക്കാരൻ, ഒരു തൂപ്പുകാരൻ, അല്ലെങ്കിൽ ഒരു ജോലിയുള്ള ഒരാൾ വിചാരിച്ചോ, അയാൾക്കൊരു 10,000 രൂപ ഉണ്ട്. ഈ 10,000 രൂപ വരെ അക്കൗണ്ട് വഴിയേ കിട്ടും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹം
ഇഷ്ടം പോലെ ഇദ്ദേഹത്തിന് എടുക്കാന്നുണ്ടെങ്കിൽ അവിടെ കണക്കിൽ എന്തോ ചെറിയ മിസ്റ്റേക്ക് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ചെലവ് എത്രയാണെന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. മറ്റൊരു കാര്യം, അദ്ദേഹത്തിന് എത്ര പൈസ എടുക്കാം. ഉദാഹരണം പറയാം, അദ്ദേഹം നടത്തുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് മാസ ശമ്പളം ഒരു 2 ലക്ഷം 3 ലക്ഷം ഇത് എടുക്കാം. അത് പരസ്യമായിട്ട് പറയാലോ, ആരും അയാളെ കുറ്റപ്പെടുത്തോ. സ്വന്തം സ്ഥാപനം നടത്തുന്നു, ആ സ്ഥാപനത്തിൽ അദ്ദേഹത്തിന് മാജിക്കൊക്കെ നിർത്തി, മറ്റു വരുമാനങ്ങളൊന്നുമില്ല. ആ സാഹചര്യത്തിൽ അദ്ദേഹം പറയുകയാണ്, എനിക്ക് മാസം ഒരു 3 ലക്ഷം ശമ്പളം എന്നുള്ള രീതിയിൽ ഞാൻ മാജിക് പ്ലാനറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആരും കുറ്റപ്പെടുത്തൂല. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ സംരംഭമാണ്, അദ്ദേഹമാണ് ഇനീഷ്യേറ്റ് എടുത്തത്, ആ ഫണ്ടൊക്കെ എത്തിച്ച അദ്ദേഹമാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ജീവിക്കണം, അദ്ദേഹത്തിൻ്റെ വരും തലമുറക്ക് ജീവിക്കണം, ഇതൊക്കെ ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ട് ആരും ആ വിഷയത്തിൽ കുറ്റപ്പെടുത്തില്ല. അപ്പോൾ നേരെ മറിച്ച് അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഒട്ടും ചിലവില്ല, ഒരു ചിലവില്ല, ഈ ഷർട്ട് വരെ ആരോ വാങ്ങിത്തന്നതാണ്, അപ്പോൾ കാലാകാലം ഓസി നടക്കുന്ന ആളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭക്ഷണം ഇവിടുന്ന് കിട്ടുന്നു, അപ്പോൾ പുറത്ത് പോകുമ്പോൾ ആരെങ്കിലും വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആൾക്കാരൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളില്ല. അപ്പോൾ ഒതൻറ്റിക്കായിട്ട് മറുപടി പറയുക എന്നുള്ളത് അദ്ദേഹം ചെയ്യേണ്ട കാര്യമാണ്. ആ ചെയ്യാത്ത കാലത്തോളം അദ്ദേഹം മുൾമുനയിലിരുത്തും. അപ്പോൾ പല ആൾക്കാരും ആരോപിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങാൻ പറ്റൂല, ഒരു സംരംഭം വിജയിക്കൂല. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇദ്ദേഹം ഈ മാജിക് പ്ലാനറ്റ് എന്നുള്ളൊരു സംഭവം തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് ഗവൺമെൻറ്റിൽ നിന്നാണ്. ഗവൺമെൻറ് ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായിട്ട് പോലും ഗവൺമെൻറ്റിൽ നിന്ന് കൃത്യമായൊരു അന്വേഷണം പോലും വന്നിട്ടില്ല. അതൊരു ധൈര്യമല്ലേ. ആക്ച്വലി ഈ ആരോപണം വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ തമിഴ്നാട് പോലെ ഒരു സംരംഭം കേരളത്തിൽ വരില്ല. കാരണം തമിഴ്നാട് വലിയൊരു ഏരിയ ആണ്, മാത്രമല്ല ഒരുപാട് ഫ്രീ ഏരിയ ഉണ്ട്. അത്ര വിസ്തീർണമായ ഫ്രീ ഏരിയ ഒന്നും നമുക്കില്ല. കാരണം 3 കോടിയിലധികം ജനങ്ങളുണ്ട്, ചെറിയൊരു ഏരിയ ഫ്രീ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ഫാക്ടറി കാര്യങ്ങളൊന്നും നമുക്ക് തുടങ്ങാൻ പറ്റില്ല. ഇത് കേരളത്തിന് ന്യായീകരിച്ച് കൊണ്ട് പറയുന്നൊന്നല്ല. എന്നാലും എന്താണ്, കേരളത്തിൽ ശൈലിയുണ്ട്. അതായത് എന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായി സമരം പ്രഖ്യാപിക്കലും ശൈലിയുണ്ട്. പക്ഷേ ഇവിടെ അത് വെച്ചിട്ട് ഇദ്ദേഹത്തെ ന്യായീകരിക്കുന്നത് ഇവിടെ ശരിയായ നിലപാടല്ല. ഇവിടെ അദ്ദേഹം തൻ്റെ ഇൻറ്റൻഷൻ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തൽ നിർബന്ധമാണ്. അപ്പോൾ ഇൻറ്റൻഷൻ എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അല്ലാത്ത കാലത്തോളം നമ്മൾ ആ ഒരു പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ശരിയായ നിലപാടായിട്ട് തോന്നുന്നില്ല.